കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂറിന്റെ തിരോധാനത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. മാമിയുടെ കുടുംബത്തിനെതിരെ ഡ്രൈവർ രജിത് കുമാർ രംഗത്തെത്തി. മാമി നഗരത്തിൽ നിന്ന് പോയി മണിക്കൂറുകൾക്കകം കുടുംബം പരാതി നൽകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് രജിത് പറയുന്നത്. കാണാതാവുന്നതിന് തൊട്ടുമുമ്പ് അപരിചിതയായ യുവതിയുമായി മാമിയെ ബീച്ചിൽ കണ്ടെന്നും രജിത് കുമാർ ന്യൂസ് 18 വെളിപ്പെടുത്തി. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് രജിത് കുമാറും ഭാര്യയും നഗരം വിട്ടിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി. നാട്ടിലെത്തിയ ശേഷമാണ് മാമിയുടെ കുടുംബത്തിന് നേരെ ഗൌരവതരമായ ആരോപണങ്ങൾ രജിത് മുന്നോട്ട് വയ്ക്കുന്നത്. മാമി നഗരത്തിൽ നിന്നും പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി പലപ്പോഴും ദിവസങ്ങളോളം നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നയാളാണ് മാമി. പക്ഷേ മണിക്കൂറുകൾ മാത്രം മാറി നിന്നപ്പോൾ കുടുംബം പരാതി നൽകിയത് എന്തുകൊണ്ട്? ഒരാള് കാണാതെ പോയിട്ട് അന്ന് തന്നെ പരാതി കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അന്ന് തന്നെ പരാതി കൊടുക്കാന്നാൽ എന്താണെന്നുള്ള ദുരൂഹത എനിക്ക് മനസ്സിലായില്ല. മാമിയെ കാണാതാവുന്നതിന് തൊട്ടുമുമ്പ് ഭാര്യമാരിൽ ഒരാൾക്ക് അൻവർ എന്നയാളുമായി ബന്ധപ്പെടണമെന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇക്കാര്യവും പോലീസ് പരിശോധിച്ചില്ല. അവസാനം മെസ്സേജ് പോലീസ് ആണ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അയാൾ ഹൈദരാബാദിലുള്ള ഒരു ഭാര്യയ്ക്ക് അർജന്റായിട്ട് ഏതോ അൻവറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയക്കുകയോ ഇനി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം അറിയില്ല. വ്യക്തം എനിക്കറിയില്ലല്ലോ, പറഞ്ഞു കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഹൈദരാബാദിലെ ഭാര്യയ്ക്കും ആ പറഞ്ഞ ഏതാണോ അൻവർ എന്ന അൻവറിനും ഈ കാര്യം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാതാവുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം മാമിയെ അപരിചിതയായ യുവതിക്കൊപ്പം ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു. ഇക്കാര്യവും പോലീസിനെ അറിയിച്ചു. ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിരുന്നു. ഇയാൾ കൂടെ അയാൾ ആരാന്നറിയില്ല എന്നാണ് പറഞ്ഞത്. കാറിൽ വെച്ച് കണ്ടെന്നാണ്? അല്ല, കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ബീച്ചിന് പുറത്ത്. ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. പെൺകുട്ടിയാണ്? പെൺകുട്ടിയാണ്, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ആരംഭിച്ച ശേഷം 4 വട്ടം രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ കാറും ഭാര്യയുടെ ഫോണും പിടിച്ചെടുത്തു. ഭാര്യ തുഷാരയെ 1 വട്ടം ചോദ്യം ചെയ്തു. പിന്നാലെയാണ് ഇരുവരും നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായത്. ന്യൂസ് 18 കോഴിക്കോട്. 2.5